അതൊക്കെ ഞാൻ ചോദിക്കുന്നത് ശനിൽകുമാർ ഇപ്പൊ ജയകൃഷ്ണൻ തണ്ണിത്തോടിന്റെ കേസ് താങ്കൾ കണ്ടു. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നു. അന്വേഷണ റിപ്പോർട്ടിൽ ലോ ആൻഡ് ഓർഡറിൽ വെച്ച് പോയി പൊറുപ്പിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥനാണ് എന്ന കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് നടപടി? ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നു അയാളെ മാരകമായി ആക്രമിച്ചു, അയാളുടെ ജനനേന്ദ്രത്തിന് പരിക്കേറ്റു, അയാൾക്ക് സർജറി വേണ്ടി വന്നു, പരാതി കൊടുത്തു, 7 വർഷം എടുത്തു കേസെടുക്കാൻ, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുകയാണ് അയാൾ. അങ്ങനെ നിരവധിയായ ആളുകൾ കുന്നംകുളത്ത് ഇപ്പോഴും ജനം പ്രതീക്ഷിക്കുന്ന ഒരു നടപടിയിലേക്ക് ഗവൺമെന്റിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴാണ് നടപടിയിലേക്ക് പോകുന്ന ആലോചന വന്നത്? അത് എന്താണ്? ഈ വിഷ്വൽസ് പുറത്തു വരേണ്ടി വന്നു. അതിൽ 4 പോലീസുകാർ മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന പരാതി അട്ടിമറിച്ച ആ മൊത്തം സംവിധാനം ആ ക്രൈമിന്റെ ഭാഗമാണ് എന്ന് കാണണം. അപ്പൊ ഞാൻ പറയുന്ന ആളുകൾക്ക് ഈ പോലീസിനെ കുറിച്ചുള്ള പരാതി വ്യാപകമായി ജനം കാണുകയാണ്. അപ്പോൾ അതിനകത്ത് സർക്കാരിന്റെ ഭാഗമായ മുഖ്യമന്ത്രിക്ക്, ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ജനങ്ങളോട് വന്ന് സംസാരിക്കാനുള്ള ബാധ്യതയില്ല. അറ്റ്ലീസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ കുറിപ്പെങ്കിലും പങ്കുവെക്കാനുള്ള ബാധ്യതയില്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ. അതോ സൗകര്യമുള്ളപ്പോഴേ പ്രതികരിക്കൂ എന്നാണോ മുഖ്യമന്ത്രി എടുക്കേണ്ട നിലപാട്? അതിനെ സംബന്ധിച്ച് DGP ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് സംസ്ഥാന തലത്തിൽ പോലീസ് വിഭാഗമാണ്. അല്ലല്ലോ, നമുക്ക് ഒരു സെക്കൻഡ് ഷെൽകുമാർ, ഒറ്റ സെക്കൻഡ്. ഞാൻ എന്റെ ചോദ്യം മുഖ്യമന്ത്രി എവിടെ നിന്നാണ്? DGPയോടൊന്നും എനിക്കൊരു ക്വസ്റ്റ്യനും ഇല്ല. DGP ശമ്പളക്കാരനാണ്. നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് DGP അടക്കമുള്ള സകല സംവിധാനത്തെയും നിയന്ത്രിക്കാനും ഗുണദോഷിക്കാനും വേണമെങ്കിൽ പിരിച്ചുവിടാനുള്ള ഉത്തരവാദിത്വം. എന്ന് വെച്ചാൽ അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം. നമ്മുടെ കമ്മിറ്റ്മെന്റും നമ്മുടെ കണക്ഷൻ ആരുമായിട്ടാണ്? പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ടാണ്. അവരാണ് നമ്മോട് പറയാൻ ബാധ്യതപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എവിടെയാണ് മുഖ്യമന്ത്രി? ജനം ഒരു സർക്കാർ സംവിധാനത്താൽ ആക്രമിക്കപ്പെടുന്നു നിരന്തരമായി എന്ന പ്രശ്നം ഉയർന്നു വരുമ്പോൾ മുഖ്യമന്ത്രി പ്രത്യക്ഷപ്പെടേണ്ടത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, കൃത്യമായിട്ട് പറയാം. ഒന്ന്, കേരളം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് വർഗീയ കലാപങ്ങളില്ലാത്തൊരു സ്റ്റേറ്റാണ്. രാഷ്ട്രീയ നേതൃത്വം നിലയ്ക്ക് വർഗീയ കലാപങ്ങളില്ലാതെ വർഗീയവൽക്കരിക്കപ്പെടാത്ത പോലീസ് ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ്ട് കേരളത്തിനകത്ത് പൂർണ്ണ വിജയമാണ് എന്നുള്ള അവകാശവാദം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. 2, ഭരിക്കുന്ന പാർട്ടിക്ക് പ്രത്യേകമായ ഒരു അവകാശമുണ്ട് എന്ന തരത്തിൽ കേരളത്തിലെ പോലീസിന് ദുരുപയോഗിക്കപ്പെടുന്നില്ല. 3, തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നാണ് LDF നയം. ആ നയം കൃത്യമായി പാലിച്ചു പോകാൻ ഈ പോലീസിനായിട്ടുണ്ട്. എന്നാൽ പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ക്രിമിനലുകളുണ്ട്. വസ്തുതാപരമായി ശരിയാണ്. 5.5 ലക്ഷത്തോളം അംഗങ്ങൾ പോലീസ് സേനയിലുണ്ട്. അവരിൽ മുഴുവൻ ആളുകളും പൂർണ്ണ വിശുദ്ധരല്ല. ഉയർന്ന തലത്തിലുണ്ട്. നമ്മൾ തന്നെ കാണുകയല്ലേ, കെ സുധാകരൻ പോയ മോൻസൺ മാവുങ്കലിന്റെ സങ്കേതത്തിൽ ഒരു DGPയോ ആരൊക്കെ അവിടെ പോയിരുന്നു നമുക്കറിയില്ലല്ലോ. എന്തൊക്കെ സങ്കേതങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം അബദ്ധ സഞ്ചാരങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ പോലീസ് വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നതിന്റെ നേട്ടം നിങ്ങൾ അങ്ങ് എടുക്കുകയാണ് 9.5 വർഷത്തെ നേട്ടമായിട്ട്. അതേസമയം പോലീസ് പലയിടത്തും നടന്ന ആക്രമണങ്ങളുടെ നേട്ടം ഉത്തരവാദിത്വം എടുക്കാൻ നിങ്ങളോട് തയ്യാറുമല്ല. അതെവിടുത്തെ ഒരു സമീപനമാണ്? അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു മുഖ്യമന്ത്രി ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത വാക്കുകൾ പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. പോലീസിലെ പുഴുക്കുത്തുകളെ കൈകാര്യം ചെയ്യും അദ്ദേഹം പറയും. നിങ്ങൾ തന്നെ സംരക്ഷണം ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ സമയം പറഞ്ഞിട്ടുള്ളത് പോലീസിന്റെ മനോവീര്യത്തെ കുറിച്ചാണ്. അതെ, പോലീസിന് മനോവീര്യം വേണമല്ലോ. വർഗീയവാദികൾക്ക് കീഴ്പ്പെടാതിരിക്കാനുള്ള മനോവീര്യം വേണമല്ലോ. അല്ല, വർഗീയവാദത്തിന്റെ കാര്യം മാത്രമല്ല, പോലീസിന്റെ മനോവീര്യത്തെ കുറിച്ച് സംസാരിച്ച മുഴുവൻ പോലീസ് അട്രോസിറ്റി ഉയർന്നു വന്ന ഘട്ടത്തിലാണ്. പോലീസ് അട്രോസിറ്റി ആരോപണം വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം മനോവീര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശനിൽകുമാർ, താങ്കൾ പറഞ്ഞു പോലീസിൽ ചില പുഴുക്കുത്തുകളുണ്ട്, ചില ക്രിമിനലുകളുണ്ടെന്ന്. പോലീസിൽ ചില വർഗീയവാദികളും ഇല്ലേ? ഒരാളും ഇല്ല. വർഗീയവാദികളുണ്ടല്ലോ. അത് ന്യൂനപക്ഷ വർഗീയതയുള്ളവരുണ്ട്, ഭൂരിപക്ഷ വർഗീയതയുള്ളവരുണ്ട്.